ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്വാനിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു കുക്കീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓവനൊന്നും ഇല്ലാതെ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസാണിത്. ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മൈദ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. വെളിച്ചെണ്ണയ്ക്ക് പകരം മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കൈകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ. അതിനുശേഷം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇളം ചൂടുള്ള പാലിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും പാലിൻ്റെ ആവശ്യം വരില്ല. പാല് കുറച്ചായി ചേർത്തുകൊണ്ട് ഇത് നല്ലൊരു സ്മൂത്ത് ഡോ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് 2 പോർഷനാക്കി ഇട്ട് വെക്കുന്നുണ്ട്. അതിലൊരു പോർഷൻ നമുക്കിപ്പോൾ പരത്തിയെടുക്കണം. ഒന്നിവിടെ അടച്ച് വെക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു കിച്ചൺ സ്ലാബിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. അധികം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല, കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ മൂടിയോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള കുക്കി വേണോ അത്രയും വലുപ്പത്തിലുള്ള അടപ്പ് എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുഞ്ഞു സ്വാനായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയൊരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത പോർഷൻ പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അധികം തിന്നായി പോകാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു സ്വാനിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ മോൾഡൊന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്വാനിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം ഇതിൻ്റെ ടോപ്പ് പാർട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ട് കട്ടാവാൻ പാടില്ല, അത് മുറിഞ്ഞു പോകും. ഇത് അതിൻ്റെ കഴുത്തിൻ്റെ പോർഷനാണ്. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, മുഴുവനായിട്ട് കട്ടായി പോകരുത്. അതിനുശേഷം അതിൻ്റെ വാലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് കുറച്ചൊന്ന് ചരിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ നെക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ബീക്കാണ്. അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഷേപ്പായി വന്നോളും. കണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ലേ? ഇതിൻ്റെ വിങ്സാണിത്. ഇതിങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബീക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ നെക്കിൻ്റെ പോർഷൻ അധികം കട്ടായി പോകരുത്. അത് മാത്രം ഒന്ന് കെയർ ചെയ്താൽ മതി. ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അധികം തിക്കായിട്ടുള്ള നെക്ക് വേണ്ട, കുറച്ച് തിന്നായിട്ടുള്ള നെക്ക് മതി. ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ട് കുക്കീസ് ആക്കാവുന്നതാണ്. ഞാനിതിന് കണ്ണൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണ് വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കറുത്ത എള്ളാണ്. കറുത്ത എള്ളോ അല്ലെങ്കിൽ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാവുന്നതാണ്. അതിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്? ഇനി ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതിനൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു റെഡ് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ഇതിൽ മുന്നേ ക്രിസ്മസ് കുക്കീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് കുക്കീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ കുറച്ച് കുക്കീസിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ബട്ടർ കുക്കീസിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. കുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇതിൻ്റെ വിങ്സ് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം.
ഓവനിലോ അല്ലെങ്കിൽ ഓവൻ ഇല്ലാതെയോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു റെസിപ്പി തന്നെ ഞാൻ നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വളരെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്തെടുത്തതാണ്. ഓവൻ ഇല്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് നമുക്ക് തയ്യാറാക്കാം. ഇതൊരു സ്റ്റീൽ പാത്രത്തിൽ പോലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിലോട്ട് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ടുള്ള കുക്കീസ് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചൊന്ന് എഗ് വാഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എഗ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ കുക്കീസിനൊരു ഗ്ലേസിങ് കിട്ടും, കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 10 മിനിറ്റ് മുന്നേ ഇത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ടൊരു റിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യണം. കറക്റ്റ് 20 മിനിറ്റൊക്കെ ആകുമ്പം ഇത് നല്ല പാകത്തിന് തന്നെ ബേക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു കളർ നമ്മൾ എഗ് വാഷ് ചെയ്തതാണ്. ഞാൻ കുറച്ച് എഗ് വാഷ് ചെയ്തിട്ടും കുറച്ച് എല്ലാതെയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ നല്ല വെള്ള കളറിൽ കാണുന്നത് എഗ് വാഷ് ചെയ്യാത്തതാണ്. എഗ് വാഷ് ചെയ്തതാണ് കുറച്ചൊന്ന് കളർ ചേഞ്ചായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എഗ് വാഷ് ചെയ്യുന്നത് താല്പര്യമില്ല എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് തയ്യാറാക്കാം. ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ മാവ് പരത്തിയെടുത്തല്ലോ, അങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം തിക്കായിട്ട് പരത്തരുത്. തിക്കായിട്ടുള്ള കുക്കീസ് ആണെങ്കിൽ അധികം ക്രിസ്പായി കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തിന്നായിട്ട് പരത്തണം. ഞാൻ കാണിച്ചല്ലോ, ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അധികം തിന്നാവാനും പാടില്ല, എന്നാൽ തിക്കാവാനും പാടില്ല. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിങ്ങനെ ഇതിൻ്റെ സൗണ്ടൊന്ന് കേൾപ്പിക്കാനായിട്ട് ഇതൊന്ന് പൊട്ടിക്കാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്കും ക്യൂട്ടാണ് കാണാനായിട്ട്. ഞാനിതിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് എൻ്റെ മോളെയാണ് വിളിച്ചത്. അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇതിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത്. അതിൻ്റെ കഴുത്തൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും അവൾ അതിൻ്റെ വിങ്സാണ് പൊട്ടിച്ചത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടല്ലോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് അവരെ കൂടി വിളിച്ചോളൂ. ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് പാനിലോട്ട് എടുത്ത് വെക്കുന്ന ആ ഒരു സമയത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം അവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കുക്കീസ് പുറത്തെടുക്കുമല്ലോ, അപ്പോഴും ചിലപ്പോൾ സോഫ്റ്റായിട്ട് തോന്നാം. അതൊന്ന് തണുക്കുന്ന സമയത്ത് ഹാർഡായി വന്നോളും. പിന്നെ അതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, വെറുതെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല തിന്നായിട്ടുള്ള കുക്കീസാണ്, അധികം തിക്നെസ് ഇല്ലല്ലോ. അപ്പോൾ കഴിക്കാൻ നല്ല രസമാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.